പിന്നെ പിന്നെന്താ നമ്മുടെ ഇനി അടുത്ത ജൂൺ 17 വേറൊരു അക്കാഡമിയിലേക്ക് പോകും. 17 അവിടെ സ്റ്റാർട്ട് ചെയ്യും. സൈക്കോളജി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുമായിരിക്കാം. വൈവയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങി വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ എന്തെല്ലാമൊക്കെ ഉണ്ട് അതിൽ. വേറെ പറയുന്നുണ്ടല്ലോ, എനിക്കിപ്പോഴേ പെൺപിള്ളേരുടെ മനസ്സെനിക്ക് ഭയങ്കരമായിട്ട് വായിക്കാനറിയും. ഇപ്പോഴെന്നല്ല, ഒരു 2 ഇയറായിട്ട് എനിക്ക് നല്ലോണം വായിക്കാനറിയും. അവരവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാനിവിടെ ഇരുന്ന് ഊഹിക്കും. എൻ്റെ കൂട്ടത്തിലെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരാഴ്ച കൊണ്ട് ഒരാളെന്താണെന്ന് എനിക്ക് മനസ്സ് മൊത്തം വായിച്ചെടുക്കാൻ കഴിയും. എന്നാലും ഞാൻ അതെന്താണെന്ന് പറയാൻ പോയിട്ടില്ല. അങ്ങനെ മനസ്സുകൊണ്ട് വായിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ആളോട് ഞാൻ മിണ്ടാറില്ല. അങ്ങനെ ചെന്ന ഒരു 2-3 മന്ത്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഒരാളോട് മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ ആൾ എത്രയൊക്കെ നോക്കിയിട്ടും എനിക്ക് മിണ്ടാനങ്ങ് പറ്റുന്നില്ല. ഞാൻ മിണ്ടുന്നേ ഇല്ല എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. ഞാൻ മിണ്ടില്ല വ്യക്തിയോട് എന്ന് പറഞ്ഞു. മിസ്സ് പോലും എന്നോട് ചോദിച്ചു, ഇതുവരെ ആ ഇഷ്ടക്കുറവ് മാറിയില്ലേ എന്ന്. ഞാൻ മിണ്ടിയില്ല മിസ്സ്, അതിന് ഒരിക്കലും മാറുന്നില്ല എന്ന് പറഞ്ഞു. മാറിയില്ല. അതുപോലെ പക്ഷെ എനിക്ക് അറിയാൻ പറ്റാത്തത് ബോയ്സിനെ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആൺപിള്ളേരെ കുറിച്ച് വലിയ പഠനങ്ങളൊന്നും നടത്തിയില്ല. സൈക്കോളജി പഠിച്ചിട്ട് വേണം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. പക്ഷേ നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. അവൻ്റെ പേര് എപ്പോഴും മറന്നു. ഞാൻ അവനെക്കുറിച്ച് പാടാൻ വിചാരിക്കുക. എടാ സോറി കേട്ടോ, സുഭാഷോ രാകേഷോ അങ്ങനെ ഇതാണ് ഇൻസ്റ്റയിൽ. അവൻ എൻ്റെ ഓരോ വീഡിയോയും കണ്ടിട്ട് എന്നോട് വന്നിട്ട് പറയും സൂപ്പറാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. പേര് മറന്നു. ഇനി എന്തായാലും എഴുതി വെച്ചിട്ടേ പറയുള്ളൂ. കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞു സൂപ്പറാണ്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും കമൻസ് ഓരോ വീഡിയോയും കണ്ടിട്ട് എനിക്ക് കമൻസ് ഇടുന്നത് അവൻ മാത്രമേ ഉള്ളൂ വന്നിട്ട്. അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓരോ വീഡിയോയും അത്രത്തോളം ഇരുന്ന് കണ്ട് പറയുന്നത് ആൾ മാത്രമാണ്. പിന്നെ ആളെന്നോട് പറഞ്ഞിരുന്നു പൈസ എങ്ങനെ ചെയ്യണം ചേച്ചി, അതിനെക്കുറിച്ച് ഇടണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ ഇട്ടത്. ആളുടെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. വിശാഖാണെന്ന് തോന്നുന്നു. സോറി ഇടാ. എന്തായാലും പേര് ഭയങ്കര മറവിയാടാ. എനിക്ക് എല്ലാവരുടെയും പേര് മറവിയാണ്. എന്തായാലും ഈ അക്കാഡമിയിൽ പോയിട്ട് ആരുടെയും പേര് ഞാൻ ചോദിക്കാനൊന്നിനും പോയില്ല. കാരണം വേണ്ടിയിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് ഞാനിങ്ങി പോവും. മാഷും ടീച്ചേഴ്സും മാത്രമായിട്ടുള്ള കമ്പനിയേ ഉള്ളൂ. വേറെ ആരുമായിട്ടൊരു കമ്പനിയില്ല. പിന്നെ കുഞ്ഞിപ്പിള്ളേരിക്കുമല്ലോ, കുഞ്ഞിപ്പിള്ളേർ എൻ്റെ ഫാൻ എല്ലാവരും ഫാൻസാണ്, മനസ്സിലായോ? കുഞ്ഞിപ്പിള്ളേരിങ്ങനെ നോക്കിയൊക്കെ നിൽക്കും ഞാൻ എന്താ ചെയ്യണേ പിടിക്കണേന്നൊക്കെ. മറ്റവരെയൊക്കെ ഒന്നും നോക്കലും പിടിക്കലും ഒന്നുമില്ല. ചിലപ്പോൾ വന്നിട്ട് ഓരോന്ന് പറയലുണ്ട്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറയും. ഞാൻ ജാടയെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ പിന്നെ എന്നെ തിരുത്താനൊന്നും പോകാറില്ല. അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം 2 പേര് എൻ്റെ ലൈഫിൽ പഠിപ്പിച്ച പാഠം എന്തായാലും നന്നായി എന്ന് എനിക്ക് ഉപകാരപ്പെട്ടു, മനസ്സിലായോ? അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇതാവുന്നത്. കാരണം ഒരുപാട് കിടന്ന് സംസാരിക്കുന്നത് അവരെ തന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടാണ്. പോരാത്തതിന് ചുറ്റുമുള്ളവരെ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വാമൂടി കിട്ടുന്നത് മറ്റുള്ളവരാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു കണക്കിന് ശരിയാണ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ ഹാപ്പിനെസ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ. നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളറിയാമെന്നുള്ളവർ അവർ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ. നമ്മളെ ബന്ധുക്കളുടെ ഇടയിൽ അവരെ നമ്മൾ ഹാപ്പിയാക്കുക. കാരണം അവരുടെ കൂടെ ഇടയിലിരിക്കുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ എത്തുമ്പോൾ അവർക്ക് നമ്മളറിയാമല്ലോ നമ്മുടെ ഹാപ്പിനെസ്, നമ്മളെ ഹാപ്പി, നമ്മുടെ സ്വഭാവം എല്ലാം അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരതിൽ ഹാപ്പിയാണ്. അല്ലാണ്ട് ഇവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ഇവർക്ക് നമ്മളെന്താണെന്നറിയില്ല. അപ്പം നമ്മളീ പറയുമ്പോൾ നമ്മൾ ഫേക്കാണോ ചുമ്മാ ഇരുന്ന് വളവള പറയാൻ തോന്നും. ഒരുത്തി എപ്പോഴും പറയും വളവള പറയുന്ന ഉണ്ട്. അതായത് എന്നെയും വേറൊരു പെണ്ണിനെയും വേറൊരു പെങ്കൊച്ചിനും കൂടെ പറയുന്ന വളവളാന്ന്. ഞങ്ങളിങ്ങനെ എപ്പോഴും കോമഡി പറയും, അവളും പറയും. അപ്പോൾ ഈ വളവള പറയുന്ന കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ അവരുടെ വിചാരം നമ്മളെന്തോ ഫേക്കാണ് ഈ വളവള പറയുന്നതെന്ന കൂട്ടത്തിൽ. അവളെ ഭർത്താവ് പോലീസാണ്, മനസ്സിലായോ?
എന്നിട്ട് പോലും അവൾ ആ ഒരു ഹെഡ് വെയിറ്റ് കാണിക്കാണ്ടാണ് അവളെ ഇവിടെ ഇരുന്ന് പറയുന്നതെന്ന് ആലോചിക്കണം ഈ ലൊട്ടകൾക്ക്. എന്നിട്ട് ഞങ്ങളീ പറയുന്നത് നമ്മുടെ സന്തോഷത്തിന് മറ്റുള്ളവരെ നമ്മൾ കാരണം സന്തോഷിച്ചോട്ടെ ചിരിച്ചോട്ടെ വിചാരിച്ചിട്ടായി പറയുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല, ഒരു വളവളായില്ല, ഇപ്പം ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിട്ട് വരുന്നത്. ഇനി സൈക്കോളജി ചെല്ലുമ്പോൾ അവർ മാറ്റി പഠിപ്പിക്കുമെന്ന് അറിയാം, എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഏകദേശം ഞാൻ ഒരു ഇപ്പോൾ ഓക്കെ ആയി വരികയാണ്. പിന്നെ അവരവിടെ കൊണ്ടുപോയിട്ട് എന്താക്കി വിടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ നിങ്ങൾ എന്നെ എല്ലാവരും വളരെ അധികം സ്നേഹിക്കുന്നു, ഇതാക്കുന്നു. ഇതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെന്താ, ഒരു പനി പിടിച്ചിട്ട് പോണ്ടാരടങ്ങി അതെന്നെ കൊണ്ടേ ഊള് തോന്നുന്നുണ്ട്. കട്ടപ്പനി. ഇന്നൊരു ഷൂട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നിനി വരണ്ടാന്ന് പറഞ്ഞു. സമാധാനം. 31 ഷൂട്ടുണ്ട് കോഴിക്കോട് വെച്ചിട്ടാണ്. ഹോട്ടലിൻ്റെ പേരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതോ ഒരു ഷോ മിസ്സായി പോയിട്ടുണ്ട്, എനിക്കറിയില്ല. അന്നത്തെ മാതിരി 25-26 ഷൂട്ടുണ്ടെന്ന് ഞാൻ വലിയ കാര്യത്തിൽ യൂട്യൂബിൽ കിടന്ന് വിളമ്പുന്നു. എന്നിട്ട് പോയതോ 25-ാം തീയതി രാത്രി ഷൂട്ടല്ല, ഫാഷൻ ഷോയ്ക്ക്. അങ്ങനെ ഇതിനിടയ്ക്ക് അതൊരു ഷോ മിസ്സായി പോയിട്ടുണ്ട്, എനിക്കും അറിയില്ല. കുറേ തപ്പി നോക്കിയൊന്നും കാണുന്നില്ല. സാരമില്ല, നമുക്ക് വിധിച്ചത് വരുമല്ലേ. പിന്നെ ഇനിയിപ്പോൾ ജൂണും ജൂലൈ ഒന്നും വാരി പിടിച്ചെടുക്കുന്നില്ല. എന്നാലും ജൂലൈ പോവില്ല. പഠിക്കാനും ഇതൊക്കാനും ജൂൺ മുതൽ അക്കാഡമിയിലേക്ക് പോകണം. ചെന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് വലിച്ച് പൊക്കിക്കൊണ്ട് പോകും അവർ മിക്കവാറും. ഇപ്പം തന്നെ അവർ സഹിച്ചിരിക്കുന്നുണ്ടാവും. ഞാനൊന്ന് ജസ്റ്റ് മിസ്സിനെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ ദേഷ്യമൊന്നുമില്ല. എനിക്ക് പേടിയുള്ള മിസ്സാണ്, പക്ഷേങ്കിൽ വിളിച്ചപ്പം കൂളായിരുന്നു. അതിൽ ഹാപ്പിയായി ഞാൻ. നാളെ എനിക്ക് എക്സാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ദൈവമേ, നാളെ എനിക്ക് എക്സാം എന്തോ ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കട്ടെ. നാളെ അക്കാഡമിയിലേക്ക് പോകേണ്ടി വരും. ഞാൻ ദാ ഇവിടെ കുത്തിയിരിക്കുന്നു എക്സാമായിട്ട്. പഠിച്ചിട്ട് കൂടിയില്ല, ഇപ്പം നിങ്ങളോട് പറയുമ്പോഴാണ് ഓർത്തത്. കുത്തിയിരുന്ന് പഠിക്കുന്ന ലൈവ് വരില്ല കേട്ടോ. പഠിച്ച് ഞാൻ വലിയ കുട്ടിയാവട്ടെ. പഠിക്കുക വളരുക. എന്നിട്ട് ഞാൻ നീളമൊന്നും വയ്ക്കുന്നില്ല, 5.3 ഹൈറ്റേ ഉള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെ എന്നെ സഹിക്കുന്നു പറഞ്ഞേ. എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് എന്നെ തന്നെ ചിലപ്പം സഹിക്കപ്പെടാതെ ഉണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ സഹിക്കുന്നതാണ്.